കോൺട്രാക്ടർ ഇവരെ സ്ത്രീയാന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ കാശ് കൊണ്ടുവന്നത്. സ്ത്രീയാന്ന് അറിഞ്ഞുകൊണ്ടല്ല, മെമ്പറാണ്. അതെ, ബട്ട് ഇവർക്കറിയാലോ അത് സ്ത്രീയാണെന്നുള്ളത്. അപ്പോ സ്ത്രീ ആയതുകൊണ്ട് അഴിമതി കുറയും എന്നുള്ള ധാരണ അവിടെ തെറ്റാണ്. തീർച്ചയായിട്ടും സ്ത്രീ ആയതുകൊണ്ട് അയാൾക്ക് പൊതുസമൂഹത്തിന്, പത്മജ മാഡത്തിന്റെ ക്യാരക്ടറിനല്ല പറയുന്നത്, പൊതുസമൂഹത്തിലെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കോൺട്രാക്ടർക്ക് മനസ്സിലായി സ്ത്രീ ആയതുകൊണ്ട് അഴിമതി കുറയാൻ സാധ്യതയൊന്നുമില്ല, ഒരു പക്ഷേ ഇവരും മേടിച്ചേക്കാം കരുതി. തീർച്ചയായും. അപ്പൊ പൊതുബോധം ഒരിക്കലും സ്ത്രീ ആയതുകൊണ്ട് അഴിമതി കുറയും എന്നുള്ള ഒരു പൊതുബോധം ഒന്നും അതല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കാരണം മെയിൻ ഡിവിഷന്റെ കൗൺസിലർ പുരുഷന്മാരാണ് എനിക്ക് സാധാരണ വന്നിട്ടുള്ളത്. ഞാൻ അവിടെ ഒരു സ്ത്രീ ആയിട്ട് വന്നു. അപ്പോൾ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെ അവർ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. പുരുഷന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ സ്ത്രീയും വാങ്ങും. ഇല്ലില്ല, വാങ്ങും. ആദ്യമായിട്ട് വരുമ്പോ അവർക്ക് അറിയില്ലല്ലോ, അപ്പോഴാണ് മനസ്സിലാകുന്നത് വാങ്ങിയിട്ടില്ല. സ്ത്രീ ആയതുകൊണ്ട് അഴിമതി കുറയും എന്നുള്ള ആ ഒരു പൊതുബോധം നിലവിലുണ്ട് എന്നാണ് സാറിവിടെ സ്റ്റാർട്ടിംഗ് പറഞ്ഞത്. അങ്ങനെ ഒരു പൊതുബോധം ഒന്നും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ തെറ്റാണ്, സ്ത്രീകൾ മേടിക്കാറില്ല. അത് എന്ത് ഡാറ്റാബേസിലാണ് പറയുന്നത്? ഈ കൈകൾ കൊണ്ട് 10 15 വനിതാ കൗൺസിലർമാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും പൈസ കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഈ കൈ കൊണ്ട് അപ്പൊ അത് മേഡത്തിന്റെ തെറ്റായ ഒരു ധാരണയാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാനാ സാറേ? കൊടുക്കാതെ കാര്യം നടക്കുന്നില്ലെങ്കിൽ ഞാനൊരു കമ്പനി ജീവനക്കാരനാണ്, പോവാൻ തയ്യാറാണ്. ഈ ഫ്ലോറിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പോലും ഞാൻ തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ അത് വാങ്ങില്ല, സ്ത്രീകളാണെങ്കിൽ വാങ്ങില്ല എന്ന് സമർപ്പിച്ചു. ഒരു ചുരുങ്ങിയത് 10 15 പേര് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, ഞാൻ 2009 വരെ. നമുക്കൊന്നും ഞെട്ടിച്ചാലോ, ഈ മേടിച്ചോമാന്റെ പേര് വിവരം കൂടി വെളിപ്പെടുത്തിയാലോ? പേര് വിവരം പറഞ്ഞിട്ട് കാരണം അത് വേണ്ട. അതല്ലെങ്കിൽ ചാനൽ പക്ഷേ നമുക്ക് അവന്റെ പേടി അവസാനം വരെ നിലനിർത്താം. നമ്മൾ ഈ പരിപാടി അവസാനിക്കുമ്പോൾ ആ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താം. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാൻ വന്നേ? 2 കാര്യം. മാഡം ഫസ്റ്റ് പറഞ്ഞു ഒരു സ്ത്രീ, മാഡം പറഞ്ഞു ജനറലി പറഞ്ഞുള്ളൂ, സ്ത്രീ ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ആസ് എ മെയിൽ ഒരു സ്ത്രീയാണ് അവിടെ മെമ്പർ ആയിട്ടുള്ള കൗൺസിലർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. അത് സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, മെൻസിന് കംഫർട്ടബിൾ ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, മാഡം പറഞ്ഞു സ്ത്രീകൾ ആയതുകൊണ്ട് അഴിമതി കുറയുമെന്ന്. ഇപ്പോൾ മാഡം BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആണെന്ന് ഞാൻ അറിഞ്ഞു. റീസെന്റ് ആയിട്ട് കൺഗ്രാറ്റുലേഷൻസ്, തിരുവനന്തപുരം BJPക്ക് നേടി, വലിയ നേട്ടമായിരുന്നു BJPക്ക്. ആ നേട്ടം ഉണ്ടാവാൻ കാരണം തിരുവനന്തപുരം മേയർ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതി ഉണ്ടായത് കൊണ്ടല്ലേ? അതിന് നേതൃത്വം നൽകിയതും ഒരു സ്ത്രീയല്ലേ? അപ്പൊ സ്ത്രീയെ മാത്രം ഉള്ളത് കൊണ്ട് ഒരിക്കലും അഴിമതി കുറയുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നേരത്തെ ശ്രീകണ്ഠൻ സാർ തുടങ്ങിയത് തന്നെ സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ടാണ്. ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, അവരുടെ സ്വന്തം ലെറ്റർ ഹെഡിൽ ഇന്ന വേക്കൻസികളുണ്ട്. അതൊരു പാർട്ടിയുടെ മനസ്ഥിതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.